പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പണം വാങ്ങിയവരിൽ ജനപ്രതിനിധികളും ഉണ്ടെന്ന് വാർത്ത. തട്ടിപ്പ് നടന്ന പ്രദേശങ്ങളിൽ ചില MLA-മാരുടെ ഓഫീസിൽ പ്രതി അനന്തുകൃഷ്ണൻ പണം എത്തിച്ചു നൽകിയെന്നാണ് വിവരം. 2 MP-മാരുടെ പേഴ്സണൽ സ്റ്റാഫ് 45 ലക്ഷം രൂപ വീതം വാങ്ങിയെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇടപാടുകളുടെ രേഖകൾ അനന്തുകൃഷ്ണന്റെ ഐപാഡിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരവും 24-ന് കിട്ടി. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്. ശ്യാം, യഥാർത്ഥ അനന്തുകൃഷ്ണന്റെ തട്ടിപ്പിന്റെ സംഭവം അനന്തവ്യാപ്തിയിലാണല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ MLA-മാരും MP-മാരും കുടുങ്ങിയോ ഇതിൽ? MLA-മാരും MP-മാരും മാത്രമല്ല, സംസ്ഥാനത്ത് കൊടിയുടെ നിറവ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നേതാക്കളിൽ പലരും അനന്തുകൃഷ്ണൻ്റെ ആശ്രിത വത്സരരായിരുന്നു എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ചോദിക്കുമ്പോഴൊക്കെ പണം കൊടുത്തിരുന്ന ഒരു അക്ഷയപാത്രമായിട്ടാണ് അനന്തുകൃഷ്ണൻ ഈ രാഷ്ട്രീയക്കാർ കരുതിയിരുന്നത്. അതിൽ പ്രധാനമായും അനന്തുകൃഷ്ണൻ ഇവരെയാണ് തട്ടിപ്പിന് ഇരയാക്കിയത്. കാരണം ഇവർക്ക് ആദ്യഘട്ടത്തിൽ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണത്തിൽ 45 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുക്കുന്നതിലൂടെ വലിയ രാഷ്ട്രീയ ബന്ധങ്ങളും പോലീസിൻ്റെ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരവും അനന്തുകൃഷ്ണൻ ലഭിച്ചു. ഏതായാലും ഈ രാഷ്ട്രീയ നേതാക്കളുടെ പേരുകളെല്ലാം പണ്ട് മണിച്ചൻ ഡയറിയിൽ എഴുതി വെച്ച പോലെ തന്നെ അനന്തുകൃഷ്ണനും ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതായാലും ആ ഡയറിയിൽ പേരുകൾ പുറത്തു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ വലിയ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത്. പോലീസിലും വലിയ സമ്മർദ്ദമുണ്ട്. ഒരാളുടെ പേരും പുറത്തു പോകരുത്. ചില പേരുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്, പക്ഷേ അത് കോടതിയിലെത്തുമ്പോൾ ഔദ്യോഗികമായി പുറത്തു വരുന്നവരെ കാത്തിരിക്കാനേ നമുക്കും നിവൃത്തിയുള്ളൂ. പക്ഷേ ആ പേരുകൾ പുറത്തു പോകുന്നത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന പേടിയിലാണ് പോലീസും ഉള്ളത്. അതുകൊണ്ട് ആ ഡയറിയിലെ പേരുകളും ഐപാഡിൽ സൂക്ഷിച്ച രേഖകളുടെ പകർപ്പുകളും ഒന്നും പുറത്തു വരാതിരിക്കാൻ പോലീസും വലിയ ശ്രമത്തിലാണുള്ളത്. ഏതായാലും ഇന്ന് തെളിവെടുപ്പ് പൂർത്തിയാക്കി അനന്തകൃഷ്ണനെ എത്രയും വേഗം ജയിലിലെത്തിക്കണം. അതിനുശേഷം ഈ തെളിവുകൾ വീണ്ടും ക്രോസ് ചെക്ക് ചെയ്യണം. ഏതായാലും ഈ കേസിൽ കൂട്ടുപ്രതികൾ വന്നാൽ അതൊരു പക്ഷേ കേരളത്തിലെ പ്രമുഖരായ രാഷ്ട്രീയ കക്ഷിയുടെ ചില നേതാക്കളാകുമെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമുണ്ടാകില്ല. പലർക്കും സമ്മാനപ്പൊതികൾ എന്ന പേരിലാണ്, അങ്ങനെ ഒരു ഓമന പേരിട്ടാണ് 45 ലക്ഷം രൂപ വീതം അവരുടെ ഓഫീസിൽ എത്തിച്ചു നൽകിയത്. 2 MP-മാരുടെ പേഴ്സണൽ സ്റ്റാഫും ഇങ്ങനെ പണം വാങ്ങിയിട്ടുണ്ട്. താങ്ക് യു. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.